والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. സർവാദരണീയരായ പണ്ഡിതന്മാർ, ICF-ന്റെയും RSCയുടെയും പ്രസ്ഥാന നേതാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആദരണീയരായ ഖാദിമുൽ ഉലമ ദാരിമി ഉസ്താദ് അവറുകൾ, നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി തുടക്കം കുറിച്ചു തന്നു. മഹാനവറുകൾക്കും മറ്റു ഉസ്താദുമാർ, ആലിമീങ്ങൾ, നേതാക്കൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി നമുക്കെല്ലാം ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മമായി അവൻ ഔദാര്യം ചെയ്യട്ടെ. നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. പലവിധങ്ങളായ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഓരോരുത്തർക്കും ഉണ്ടാവും. ഔദാര്യവാനായ അല്ലാഹു തആല എല്ലാ വിഷമങ്ങളും മാറ്റി സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റജബ് മാസം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സന്തോഷിച്ച ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ്. ഏറ്റവും പുണ്യമേറിയ രാത്രിയായി ലൈലത്തുൽ ഖദറിനെ നമ്മൾ പരിചയപ്പെടുന്നു. ലൈലത്തുൽ ഖദറിന് നിമിത്തമായി അള്ളാഹു നിയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തെ അതിൻ്റെ മഹത്വത്തോടുകൂടി നമ്മൾ വരവേൽക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സന്തോഷിച്ച, അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും മനം നിറഞ്ഞ രാത്രി ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ്. ഈ ലോകത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അല്ലാഹുവിനെ ജല്ല ജലാലുഹു അമ്മ നവാലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ടു കാണാൻ അവസരം കിട്ടിയ ഒരേ ഒരാൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഒരു അടിമയ്ക്ക് ഇവിടെ രണ്ടു കാര്യങ്ങളേ ഉള്ളൂ, ഉടമയും അടിമയും. ഉടമയായി അള്ളാഹു മാത്രം, ബാക്കി എല്ലാവരും അടിമകളാണ്.
ഒരടിമയുടെ ഏറ്റവും വലിയ സാഫല്യം ഉടമയുമായി സന്തോഷത്തോടുകൂടി നേരിട്ട് കാണുക എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല പ്രത്യേകം ആദരിച്ചുകൊണ്ട് സവിശേഷമായ തലത്ത് വിളിച്ചു വരുത്തി പ്രത്യേകമായ മുലാഖാത്ത് നടത്തിയ അനുഗ്രഹീത രാവിനെയാണ് മിഅ്റാജ് രാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പറയുമ്പോൾ എവിടെന്ന് തുടങ്ങി ഏത് രീതിയിൽ പറയണം എന്ന് എനിക്ക് തിട്ടമില്ല. അത്രയും കൈവഴികളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു വിഷയമാണിത്. സാധാരണയിൽ ഇസ്രാ മിഅ്റാജിന്റെ സംഭവങ്ങളിലേക്ക് പോകുന്ന ഒരു സംഭാഷണത്തിന് ഇപ്പോൾ സമയം കാണുന്നില്ല. വർത്തമാനകാലത്ത് മിഅ്റാജിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട 2-3 സന്ദേശങ്ങൾ മാത്രം പറയാനേ സമയമുള്ളൂ. ഒന്നാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് അല്ലാഹുവുമായി കണ്ടുമുട്ടിയ ഒരു മഹാമുഹൂർത്തമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത അഥവാ അവിടുത്തെ അനുയായികളിൽ വെച്ച് ഉള്ള നമുക്ക് ഫോളോവേഴ്സിനുള്ള ഏറ്റവും ഉന്നതമായ ഒരു പദവിയുണ്ട്, സുദ്ദീഖിയ്യത്ത്. സുദ്ദീഖാവുക. നമുക്ക് നുബുവത്ത് ഇല്ലല്ലോ. റസൂലാവുക എന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് സുദ്ദീഖിയ്യത്തിലേക്ക് എത്തണം എന്ന ജാഗ്രത ഉണ്ടാകേണ്ട കാലമാണ് റജബ് മാസം. എന്താണ് സുദ്ദീഖിയ്യത്ത്? സുദ്ദീഖിയ്യത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മിഅ്റാജിന്റെ സംഭവത്തിന് ഒരുപാട് ദാർശനികമായ തലങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ മുലാഖാത്ത് നടത്തിയ കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് നബി എന്നല്ല, റസൂൽ എന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് അബ്ദ് എന്നാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അസ്റാ ബിറസൂലിഹി എന്നല്ല, അസ്റാ ബിനബിയിഹി എന്നല്ല, അസ്റാ ബിഹബീബിഹി എന്നല്ല. അപ്പൊ ഒരാൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അയാൾ ഉബൂദിയ്യത്തിൽ അള്ളാഹുവിന്റെ ദാസനാണെന്ന ബോധ്യത്തിൽ ഏറ്റവും ഉയരുമ്പോഴാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ആളാവുക. നമ്മൾ എത്രമേൽ നിസ്സാരത അള്ളാഹുവിന്റെ മുമ്പിൽ ഉണ്ടാവുന്നോ അപ്പോഴാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരാവുക. എന്തുകൊണ്ടാണ് പാവപ്പെട്ട ദരിദ്രരായ ആളുകളാണ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക എന്ന് പറയാൻ കാരണം? ഒരു കാരണം, അവരേത് വിഷമം വന്നാലും ആദ്യം അള്ളാഹുവിലേക്കാണ് തിരിയുക. പടച്ചോനെ നീയേ ഉള്ളൂ എന്നെ രക്ഷപ്പെടുത്താൻ എന്ന് പറയാം. സമ്പന്നരായ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യും? ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റലും എല്ലാ സംവിധാനവും കഴിഞ്ഞാൽ അവസാനം പറയും ഇനി പടച്ചോന്റെ അടുത്തേ ഉള്ളൂ. ആദ്യം ചോദിക്കും ടാറ്റയിൽ വല്ല ട്രീറ്റ്മെന്റും കിട്ടുമോ?
അമേരിക്കയിൽ വല്ല ചികിത്സയും കിട്ടുമോ? ഇതിന് പറ്റുന്ന ഡോക്ടർമാർ എവിടെയുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ സ്പെഷ്യലിസ്റ്റ് എവിടെയുള്ളത്? എല്ലാവരും കൈ ഒഴിയുമ്പോൾ പറയും ഇനി പഠിച്ചോനേ ഉള്ളൂ. കാരണം അയാളുടെ കയ്യിലുള്ള ഭൗതിക താല്പര്യങ്ങളിൽ അയാൾ കുറച്ചൊക്കെ പ്രതീക്ഷ വെച്ചിട്ട് അള്ളാഹുവിലേക്ക് പോകൂ. പാവപ്പെട്ട ആൾക്ക് പിന്നെ ടാറ്റയും ക്ലീവ്ലാൻഡും ഒന്നും പറയാനുള്ള നേരമില്ലല്ലോ. അയാൾ പറയും പഠിച്ചോനെ എന്താ ഇപ്പൊ ചെയ്യ, വേറൊന്നുമില്ല. അവ ഉബൂദിയ്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ദാസനാണ് എന്ന ബോധ്യത്തിൽ എത്രമാത്രം നമ്മൾ ഉയരുന്നോ അത്രമാത്രം അള്ളാഹുവിലേക്ക് നമ്മൾ ഉയരും. അത്തഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അന. അള്ളാഹിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പേടി എനിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പടച്ചവന്റെ അടുത്ത് പാളിപ്പോകുമോ എന്ന പേടി നമ്മളെക്കാളെല്ലാം 1000 വട്ടം ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ടോപ്പ് റാങ്ക് മേടിച്ച ആൾ ഏറ്റവും തഖ്വയുള്ള ആളാണ്. അതാരാണ് ഇപ്പോൾ നിലവിൽ? അല്ലെങ്കിൽ ആരാണ് റിയലി? ആരാണ് ആ പോസ്റ്റിന്റെ ആൾ? അത്ഖാക്കും ബില്ലാഹി അന. എനിക്ക് തന്നെയാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടി. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉബൂദിയ്യത്തിലേക്ക് മടങ്ങണം. അള്ളാഹുവിന്റെ ദാസനാണെന്ന ബോധ്യം വേണം. നമ്മൾ നിഅമത്ത് ലഭിച്ചപ്പോൾ പലപ്പോഴും അടിമയാണെന്ന ബോധ്യം പോയി. ഞാൻ മുതലാളിയാണ്, ഞാൻ എന്തിനൊക്കെയോ പറ്റുന്ന ആളാണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് കിബർ വന്നുപോയി, ഉജ്ബ് വന്നുപോയി. ഞാൻ ചിലതുള്ള ആളാണ് എന്ന് തോന്നിപ്പോയി. അമ്മാമൻ ബഖില വസ്തഗ്ന, കുഴപ്പമില്ല എനിക്കെല്ലാം കഴിയും എന്ന തോന്നലുകൾ നമുക്ക് വരാൻ തുടങ്ങി. അതിൽ നിന്ന് മാറി ഉബൂദിയ്യത്തിലേക്ക് പോകുമ്പോഴേ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആളാവാൻ പറ്റും. അവ എത്രമേൽ നിസ്സാരനാവുന്നോ അള്ളാഹുവിന്റെ മുമ്പിൽ അത്രമേൽ ഉയർന്ന ആളാകും അള്ളാഹുവിന്റെ പരിഗണനയിൽ. അതുകൊണ്ടാണ് അസ്റാ ബിഅബ്ദിഹി, അബ്ദിനെ കൊണ്ട് അല്ലാഹു തആല രാപ്രയാണം നടത്തിച്ചു. ഇത് മാത്രം പറഞ്ഞാൽ എത്രയോ പറയാനുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും. നമ്മൾ നമ്മുടെ ഉബൂദിയ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അള്ളാഹുവിന്റെ അടിമയാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ വരുമ്പോൾ അടിമയ്ക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഉടമ പറയുന്നത് ചെയ്യുക എന്നത് മാത്രം. അടിമയാണെന്ന ബോധം നമുക്ക് എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ ഉടമയുടെ ചില നിയമങ്ങളുണ്ട് എന്നുള്ള വിചാരം വരും. കല്യാണത്തിലും വരും, ആചാരത്തിലും വരും, കച്ചവടത്തിലും വരും, എല്ലാത്തിലും വരും. ഞാൻ അടിമയാണല്ലോ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണല്ലോ. ആ ഒരു ദാസനാണ് അബ്ദുല്ലാഹി വറസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു. യാ അബ്ദുല്ലാഹി ഇബ്നു അമത്തില്ലാഹ്. അവസാനം ഖബറിന്റെ അടുക്കൽ വന്നിട്ട് നമ്മളെ സംബോധന ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദാസിയുടെ മകനായ അള്ളാഹുവിന്റെ ദാസാണ്. നമുക്ക് ഇത്രയും കാലം ഡിഗ്രിയും PGയും MDയും ഡയറക്ടർഷിപ്പും എല്ലാം കിട്ടിയിട്ട് അവസാനം പള്ളിക്കാട്ടിൽ കൊണ്ടുവെക്കുമ്പോൾ വിളിക്കുന്നത് അല്ലയോ മിസ്റ്റർ മാനേജർ എന്നല്ല, യാ അബ്ദുല്ലാഹ്. അവ നമ്മുടെ ജീവിതത്തിന്റെ സാഫല്യം എന്തായിരിക്കണം? ആ ഖബറിൽ വെച്ച് വിളിക്കുന്ന പേര് ശരിയാകുമ്പോൾ ഉദ്കുരിൽ അഹദ. നീ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ ഒരു കരാർ നീ ഓർക്കണം. അപ്പൊ ഖബറിലേക്ക് വെക്കുമ്പോൾ വിളിക്കുന്ന പേര് വേറെ ഒരു ഡെസിഗ്നേഷനുമില്ല, അബ്ദുല്ലാഹ്, യാ അബ്ദുല്ലാഹ്. എത്ര വലിയ ഭരണാധികാരി ആയാലും ഖബറിൽ കൊണ്ടുവച്ചാൽ വിളിക്കുന്ന പേര് യാ അബ്ദുല്ലാഹ്. അപ്പൊ അബ്ദുല്ലാഹ് ആവണം.
എന്ന് പഠിപ്പിക്കാനാണ് മിഅ്റാജ്. അതുകൊണ്ടാണ് ആ രാത്രിയിൽ നിങ്ങൾക്ക് നിസ്കാരം തന്നത്. അതുകൊണ്ടാണ് ആ രാത്രിയിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സുജൂദ് എന്ന കർമ്മത്തിന്റെ നിർബന്ധ ടൈം ടേബിൾ അള്ളാഹു ഏർപ്പെടുത്തിയത്. അവ മിഅ്റാജിന്റെ രാത്രിയിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ വിചാരം അന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ഇത് മാത്രം പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഓർക്കാനും പറയാനും എത്രയോ ഉണ്ട്. അല്ലാഹു തആല തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടിമയാണെന്ന ശരിയായ വിചാരം അല്ലാഹു തആല നമുക്കെല്ലാം നൽകട്ടെ. ഏറ്റവും വലിയ പദവി അതാണ്. അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് ശരിക്കും ഇഷ്ടപ്പെടുമ്പോൾ ഖുൽ യാ ഇബാദി, അള്ളാഹുവിന്റെ ഏറ്റവും വാത്സല്യമുള്ള വിളിയാണത്. അള്ളാഹുവിന്റെ ഏറ്റവും കാരുണ്യമുള്ള വിളിയാണത്. അള്ളാഹുവിന്റെ ഏറ്റവും വിട്ടുവീഴ്ചയുടെ വിളിയാണത്. യാ ഇബാദി, ആ അള്ളാഹുവിന്റെ വിളിയിൽ പെടാൻ നമുക്ക് കഴിഞ്ഞാൽ സുറയ്യ നക്ഷത്രം തൊടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ വിളിയിൽ യാ ഇബാദി എന്ന വിളിയിൽ പെടുന്ന ആളാവണം. അപ്പൊ നമ്മുടെയൊക്കെ കൽബിൽ ഇന്ന് വേണ്ട ഏറ്റവും വലിയ വിചാരം ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു എന്നുള്ള വിചാരം. അവൻ ഞാൻ എന്ന സാധനങ്ങൾ പോണമെന്നുണ്ടെങ്കിൽ അടിമയാണ് എന്നുള്ള വിചാരം വരണം. എന്റെ ക്യാഷ്, എന്റെ അധികാരം, എന്റെ സ്ഥാനം, എന്റെ പവർ എന്നതിൽ നിന്നെല്ലാം മാറി അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞത് മഹാനവറുകൾക്ക് മോചനം നൽകിയപ്പോഴാണ്. അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആരാണ്? മക്കയിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ താബിഈയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളുടെയും ഒക്കെ ശിഷ്യനാണ്. 60-ലേറെ ഹജ്ജുകൾ നടന്നുപോയി നിർവഹിച്ചിട്ടുള്ള മഹാൻ, മക്കത്തെ പള്ളിയിൽ തന്നെ താമസിച്ച മഹാൻ. മക്കത്തൊരു വീട്ടിൽ ഒരു ഉമ്മാന്റെ അടുക്കൽ അടിമയായിരുന്നു. മെല്ലെ പള്ളിയിൽ വന്ന് ദർസോതും. അങ്ങനെ വലിയ മുദരിസായി. മുദരിസായപ്പോഴും മുതലാളിച്ചിക്കറിയില്ല ഇത് വലിയ മുദരിസാണെന്നും, അടിമ തന്നെയാണ്. ഒരിക്കൽ മുതലാളിയായ സ്ത്രീ കഅബ തവാഫ് ചെയ്യാൻ വന്നപ്പോൾ മസ്ജിദുൽ ഹറാമിൽ വലിയൊരു ദർസ് കാണുന്നു. ആരാണ് ആ ദർസ് എടുക്കുന്നത്? പഠിച്ചോനെ, എന്റെ വീട്ടിലെ അടിമയാണല്ലോ, അതാ ആണല്ലോ. അത് പോയി നല്ല നോക്കി. പിറ്റേന്ന് രാവിലെ വിളിച്ചു, നിങ്ങളായിരുന്നു അല്ലേ അവിടെ ദർസ് നടത്തിയത്? എനിക്കറിയില്ല മോനെ, ഇന്നു മുതൽ നീ ഹുറാകുന്നു, സ്വതന്ത്രനാകുന്നു. അപ്പൊ ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. സാധാരണ അടിമ ജോലിയിൽ നിന്ന് മുക്തനായാൽ സന്തോഷിക്കലാണ്. ബഹുമാനപ്പെട്ടവർ കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? 2 ഇരട്ടക്കൂലി കിട്ടുന്ന ചില ആളുകളുണ്ട്. ലഹു അജ്റാനി എന്ന് പറയപ്പെട്ട ആളുകളുണ്ട്. അതിൽ ഒരാൾ അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധത്തിൽ ജീവിക്കുകയും അതേ സമയത്ത് തന്നെ ഒരു മനുഷ്യന്റെ അടിമയായി സത്യസന്ധമായി ജീവിക്കുകയും ചെയ്താൽ ലഹു അജ്റാനി, അയാൾക്ക് 2 കൂലി ഉണ്ട്. ഇപ്പൊ ഒരു കൂലി നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള പേടിയിലാണ് അതാ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. പിന്നെ ഫുള്ള് മസ്ജിദുൽ ഹറാമിലായിരുന്നു. കിതാബുകളുടെ കൂട്ടത്തിൽ കാണാം ഫിഖ്ഹു അതാഇൻ ഫിൽ ഹജ്ജ്. ഹജ്ജിൽ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ്ഹ് എന്തായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്ന കിതാബ് കാണാം. ഹജ്ജ് വേളയിൽ അതാ തങ്ങളല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന് അന്നത്തെ ഭരണാധികാരികൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. രാജാക്കന്മാര് പോയി ക്യൂ നിൽക്കും അതാ തങ്ങളുടെ പടിവാതിൽക്കൽ ഫത്വ കിട്ടാൻ വേണ്ടി.
അത്രയും വലിയ മഹാനായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അടിമയാണെന്ന് വിചാരത്തിലേക്ക് വരണം. അള്ളാഹുവിന്റെ ദാസനാണ്. ഉബൂദിയ്യത്തിനെ കുറിച്ചുള്ള ബോധം എന്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മാമൻ അഅതാ വത്തഖാ, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയും തഖ്വയുള്ള ആളാവുകയും ചെയ്താൽ, തഖ്വ എന്ന് പറഞ്ഞാൽ ഉബൂദിയ്യത്തിനെ അംഗീകരിക്കുക, ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബു നവാഹിഹി, അള്ളാഹു പറഞ്ഞ കാര്യം ചെയ്യുക, വിലക്കിയ കാര്യം ചെയ്യാതിരിക്കുക. അതാണ് ഒരു അടിമയുടെ പണി. അപ്പൊ അടിമയാണെന്ന ബോധം നമുക്ക് വേണം. ഇത് പറഞ്ഞാൽ തന്നെ എത്രയോ മണിക്കൂർ ഇതിന്റെ മഅനി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അറിഞ്ഞ് അവന്റെ അടിമയാണെന്ന ബോധത്തിലേക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏതാണ്? അള്ളാഹുവിന്റെ അടിമയാണെന്ന ബോധമാണ്. ലിബറലിസ്റ്റുകൾക്ക് മനസ്സിലാവാതെ പോകുന്ന കാര്യം അതാണ്. ലിബറലിസ്റ്റുകൾ പറയും ഞാൻ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണെന്ന് പറയുമ്പോഴാണ് സ്വാതന്ത്ര്യം. നമ്മൾ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ ശരിയായ അടിമയാണെന്ന് വരുമ്പോഴാണ് സ്വാതന്ത്ര്യം. യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണെന്ന് പറയുന്ന ആളുകൾ അവരുടെ മോശവികാരങ്ങളുടെ അടിമകളാണ്. ആത്മനിയന്ത്രണം ഇല്ലാത്തവർ, പ്രതിരോധ ശക്തി ഇല്ലാത്തവർ, വികാരത്തിന് അടിമപ്പെട്ടു പോകുന്നവർ, സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവർ, അവരാണ് ലിബറലിസ്റ്റുകൾ. പറയും ഞങ്ങൾ സ്വതന്ത്രരാണെന്ന്, പക്ഷേ അവര് എല്ലാ തോന്നിവാസത്തിനും അടിമകളാണ്. അവ നമ്മളാണ് വലിയ അഭിമാനമുള്ളവർ. അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് വരുമ്പോഴാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അത് പാരഡോക്സ് ഒന്നുമല്ല, അതാണ് ശരി. ഇപ്പൊ ഈ വേദിയിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണ്? അള്ളാഹുവിന്റെ അടിമയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഞാൻ എല്ലാത്തിനും പോന്നവനാണെന്ന് വന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ അടിമത്വം. പറയാനേ പറ്റൂ, ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണെന്ന ചിന്തയിലേക്ക് വരണം. രണ്ടാമത്തേത് സിദ്ദീഖിയ്യത്താണ്. ഞാൻ അതിലേക്ക് വേഗം പോകേണ്ടതെന്നാണ് ഇതൊക്കെ പടപടാന്നുണ്ട് പറഞ്ഞു പോണത്. സിദ്ദീഖിയ്യത്ത് വർദ്ധിക്കേണ്ട ഒരു കാലം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഒരു രാവിന്റെ നിമിഷങ്ങൾ കൊണ്ട് മാസങ്ങളുടെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിൽ പോയി അവിടെ നിന്ന് കാലഘട്ടങ്ങളുടെ ദൂരമുള്ള വാനലോകം കടന്ന് അല്ലാഹുമായുള്ള മുലാഖാത്ത് നിർവഹിച്ച് മടങ്ങി വന്നപ്പോൾ രാവിലെ അവിടുന്ന് പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദാജിം മിനൽ ളുലമി മൗലായ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ ഒരു നിമിഷാർദ്ധത്തിൽ പോയി. ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു കാര്യം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരാലോചനയും ആവശ്യമില്ല. ആമന്തു ബിക യാ റസൂലല്ലാഹ് വസദ്ദഖ്തു ഖബറക യാ ഹബീബല്ലാഹ്. ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ് സിദ്ദീഖിയ്യത്ത്. നമുക്ക് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ പ്രമാണവും ബോധ്യപ്പെടുമോ? ഇല്ല, ബോധ്യപ്പെടൂല. അള്ളാഹുവിന്റെ എല്ലാ സിസ്റ്റവും നമുക്ക് ബോധ്യമാകുമെങ്കിൽ പിന്നെ അള്ളാഹുവിന് എന്ത് സ്ഥാനം? അവ നമ്മൾ അടിമയാണ്. ഉടമയുടെ എല്ലാ തന്ത്രങ്ങളും അടിമയ്ക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത്തസ്ദീഖു, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തസ്ദീഖു, സിദ്ദീഖാകലാണ്. ബിമാ ഉലിമ മജീഉഹു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണ് എന്നറിയപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് അംഗീകരിക്കണം. അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ മക്കൾ ഒരു കാര്യം പറയുമ്പോഴേക്ക് ഗൂഗിൾ ചെയ്യും. ഗൂഗിളിൽ കണ്ടില്ലെങ്കിൽ പറയും അങ്ങനൊന്നും ഇല്ലല്ലോ അബി, അങ്ങനൊന്നും ഇല്ലല്ലോ ഉപ്പ. ആരാണിപ്പോ ഈ ഗൂഗിൾ? കുട്ടികളോട് ഏത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ അവർ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ആളില്ലാത്ത യന്ത്രത്തോട് ചോദിക്കും, എഐയോട് ചോദിക്കും. അവിടെ കിട്ടിയില്ലെങ്കിൽ ഇതില്ല എന്നിടത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തിപ്പോയി. അപ്പൊ എഐ തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എഐ പറഞ്ഞോ ശരിയാണ്, ഗൂഗിൾ പറഞ്ഞോ ശരിയാണ്. ഇതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾ ഈമാനുള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണ് എന്നറിയപ്പെട്ട കാര്യങ്ങളെല്ലാം അംഗീകരിക്കണം. നമ്മൾ പല പ്രാവശ്യവും ആലോചിച്ച് നോക്കി, പടച്ചോനെ ഈ ഖുർആൻ ടെക്സ്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നിരുന്നെങ്കിൽ അതായിരുന്നല്ലോ നല്ലത്. ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഒരു ചിപ്പിൽ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ അതായിരുന്നല്ലോ നല്ലത് എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അങ്ങനെ ചെയ്യാതിരുന്നതായിരുന്നു ഏറ്റവും നല്ലത്. കാരണം എന്താ? അവിടെയെല്ലാം അധിനിവേശങ്ങൾ ഉണ്ടാകും. അധിനിവേശം ഉണ്ടാകാത്ത കാര്യം എന്താണ്? അത് പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന അർ-റസൂലു അലൈക്കും ഷഹീദാ. സുന്നത്ത് ജമാഅത്ത് സത്യമാകുന്നത് അതുകൊണ്ടാണ്. ഇവിടെയുള്ള റഫറൻസുകൾ മുഴുവനും ചിലപ്പോൾ കയ്യേറ്റത്തിന് വിധേയമാകും. റഫറൻസ് മുഴുവനും കയ്യേറ്റത്തിന് വിധേയമാകും. ഇനി നിങ്ങൾ അല്ല, നമ്മുടെ മക്കൾ സ്കൂളിൽ ചോദിക്കും ഇന്ത്യ സ്വതന്ത്രമായത് എന്നാണെന്ന്. അധികം വൈകാതെ നമ്മളെ കുട്ടികൾ സ്വാതന്ത്ര്യത്തിനെ മാറ്റി പറയേണ്ടി വരും. പ്രാണപ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ വെബ് റഫറൻസിലും കയറി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ മുഴുവനും അന്വേഷിക്കുക അവിടെയാണ്. അധ്യാപകൻ വന്ന് ക്ലാസ് എടുക്കും. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായിരുന്നു. കുട്ടികൾ ഉടനെ അടിച്ചു നോക്കും ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. മുഴുവൻ സോഴ്സിൽ ഉണ്ടാവുക ചിലപ്പോൾ അധിനിവേശം നടത്തപ്പെട്ട വിജ്ഞാനമായിരിക്കും. അവ 50 കുട്ടികളും പറയും സാർ റോങ്, സാറിന് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങൾ കണ്ടെത്തിയിരുന്ന നോക്ക്. അതിനാണ് സത്യാനന്തര കാലം എന്ന് പറയാ. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലത്താ പോസ്റ്റ് ട്രൂത്ത് കാലം എന്നാ ഈ കാലത്തെ കുറിച്ച് പറയാ. സത്യാനന്തര കാലം, സത്യത്തിന് പ്രസക്തി ഇല്ലാത്ത കാലം. അപ്പൊ കുട്ടികൾ റെഫർ ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോ നിങ്ങൾ AI, എല്ലാവരുടെയും വാട്സപ്പിൽ AI ഉണ്ട്. മുഹമ്മദ് ഫാറൂഖ് നഈമി അടിച്ചാൽ ചിലപ്പോൾ സിംഗർ എന്നായിരിക്കും വരിക, പാട്ടുകാരെന്ന്. പാട്ട് ഞാനോട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ അടുത്ത തലമുറ ചിലപ്പോൾ എന്നെ സിംഗർ എന്ന് പരിചയപ്പെടേണ്ടി വരും. തിരുത്താൻ ആർക്കും സാധിക്കൂല. ഇതുപോലെ ഓരോരുത്തരെ കുറിച്ചുമുള്ള വിവരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ടെക്നോളജിയുടെ അധിനിവേശത്തിലൂടെ സംഭവിക്കും. ലോകത്തിന്റെ മുഴുവൻ ചരിത്രവും മാറ്റങ്ങളും എല്ലാം മാറ്റിമറിക്കപ്പെടും. എന്നാൽ നിങ്ങൾക്ക് വേണ്ട പരിചയം എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള ഇസ്ലാം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? അതേ നല്ല ഒരു തലമുറയിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ട് പോയി. ഖുർആൻ മെമ്മറിയിൽ മനുഷ്യന്മാരുടെ ഓർമ്മയിൽ വെച്ചിട്ട് പോയി. അല്ലാഹു തആല ഖൽബിൽ ഖുർആൻ നിലനിർത്തിയത് അനാജീലുഹും ഫീ സുദൂരിഹിം. അത് ചെറിയ മുഅ്ജിസത്തല്ല, ഖുർആന്റെ വലിയ മുഅ്ജിസത്താണത്. ലോകത്തുള്ള എല്ലാ പ്രിന്റുകളും എല്ലാ സോഫ്റ്റ്വെയറുകളും ഖുർആനിന്റെ ആയത്തുകൾ മാറ്റിയാലും മാറാത്ത വിധം ഓർമ്മ വച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ ലൈവായി നിൽക്കുന്നുണ്ട്. അതെവിടുന്ന് കിട്ടിയതാണ്? അവരുടെ ഗുരുവിൽ നിന്ന്. അവർക്ക് എവിടുന്ന് കിട്ടിയതാണ്? അവരുടെ ഉസ്താദിൽ നിന്ന്. ഞാനീ പറഞ്ഞ മാറ്റർ ചെറിയ കാര്യമല്ല. ചില ഇമാമിങ്ങളുടെ കിതാബിന്റെ ഒറിജിനൽ ഏതാന്ന് മനസ്സിലാവൂല. ഇമാം അശ്അരി തങ്ങളുടെ അൽ ഇബാന ഫി ഉസൂലി ദിയാന
എന്ന കിതാബ് അശ്അരി അഖീദയിലെ വലിയ റഫറൻസ് ആണ്. പക്ഷേ ഇന്ന് നമുക്കത് കണ്ണും പൂട്ടി ഉദ്ധരിക്കാൻ കഴിയില്ല. കാരണം അതിന് 20ഓളം വ്യത്യസ്ത പതിപ്പുകൾ ലോകത്തുണ്ടാവും. അഖീദയെ തകർക്കാൻ ഉദ്ദേശിച്ചവർ അതിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അവരുടെ കുറിപ്പോടുകൂടി പ്രസിദ്ധീകരിച്ചു, കിതാബുകൾ മാറ്റിമറിച്ചു. മുൻകാല വേദങ്ങൾ മാറ്റിമറിച്ചതുപോലെ ഇമാമിയങ്ങളുടെ കിതാബുകൾ മാറ്റിമറിച്ചു. ഇതെക്കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായ വിജ്ഞാനം വരണം. ഇതിനാണ് പറയുന്നത് നമ്മുടെ മക്കൾ പാരമ്പര്യമായി ഇമാമിയങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ച, അവരിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ച ആ പവിത്രമായ വഴിയിൽ തസ്ദീഖ് വേണം. ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസം വേണം. നാളെ മരിച്ചു എന്നാൽ ഖബറിന്റെ ഉള്ളിൽ 2 മലക്കുകളുടെ ചോദ്യമുണ്ട്. അത് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു എന്നതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ്. ഉള്ളിന്റെ ഉള്ളിൽ വേണം, അതുണ്ട് എന്നുള്ള ഉറപ്പ്. അത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകുമ്പോഴാണ്, ആ വിശ്വാസം ഉറച്ചു വരുമ്പോഴാണ് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ളവരാണ്. അവിടെ മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്, ഐബിൽ ഖബരി വൽ ഹശ്രി വൻ നശ്രി വസ്സിറാത്ത്. ഖബറിൽ ഒരു ജീവിതമുണ്ട്. കുട്ടികള് സെർച്ച് ചെയ്യും, ഖബറിൽ ജീവിതം എന്താണ്, എന്തോ കിട്ടുമോ. പള്ളിയത്ത് പോയി നോക്കും, ഖബറൊക്കെ ഓട്ടയെടുത്ത് വല്ല ജീവിതം ഉണ്ടോന്ന്. ഓൽക്കെന്തോ മനസ്സിലാവോ? അപ്പൊ എങ്ങനെയാണ് ഈ ഖബറിലെ ജീവിതം മനസ്സിലാവുക? ടെക്നിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുമോ? സാങ്കേതികമായി നമുക്ക് വിശദീകരിക്കാൻ കഴിയുമോ? ഖബർ വിശാലമാക്കണേ എന്നത് വേറെന്നാൽ ഒരു കുട്ടി ചോദിച്ചാലോ, മൂടുകല്ല് വീണ് പോയാലോ ഒന്ന്. ഖബർ അധികം വിശാലായാലും മൂടുകല്ലുള്ളിലേക്ക് വീണുപോലെ എന്നൊരാൾ ചോദിച്ചാലോ? അപ്പൊ കല്ലടക്കാൻ മോനെ വലുതാവല്ലോ എന്ന് തിരിച്ചു പറഞ്ഞാൽ മതിയോ? എന്നാ പിന്നെ പള്ളിക്കാട്ടിൽ എല്ലാവരുടെയും ഖബർ വിശാലായ പുതിയ ഖബറിന് സ്ഥലം ഉണ്ടാവോ? അപ്പൊ അങ്ങനെ ചോദിക്കേണ്ട വിഷയമല്ല അത്. ബർസഖിയായ ഒരു ജീവിതത്തിന്റെ ഘട്ടമാണ് ഖബർ ജീവിതം. അവിടെ ആത്മാവും ഖബറാളിയും തമ്മിലുള്ള ബന്ധമുണ്ട്. അവിടെ അല്ലാഹു തആല നിശ്ചയിച്ച വേറെ ഒരു സിസ്റ്റമാണ്. നമ്മൾ പറയും കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഫയൽ കൊള്ളാൻ സ്ഥലമില്ല, അതുകൊണ്ട് കമ്പ്യൂട്ടർ അടിച്ച് പരത്തിയ വിശാലാവോ? ഇല്ല. ഇതിന്റെ ഉള്ളിൽ 200 TB ഉണ്ട് എന്ന് പറഞ്ഞാൽ 400 TB ആക്കാൻ ഈ ഫോൺ വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, പർച്ചേസ് ചെയ്താൽ മതി. അതെങ്ങനെയാ വിശാലാവുന്നത്? ഇതിന്റെ മെമ്മറി എങ്ങനെ വിശാലാവുന്നത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? വിസിബിൾ അല്ല. അപ്പൊ വിസിബിൾ അല്ലാത്ത വിശാലമാകൽ നമുക്ക് ഇന്ന് തന്നെ ഉണ്ട് ഇവിടെ. എന്റെ ഈ ഫോണിന്റെ കപ്പാസിറ്റി കൂട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ഫോൺ വലുതാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഖബർ വിശാലമാകണമെങ്കിൽ ഖബറിന്റെ ഭിത്തി നീങ്ങണം എന്നില്ല. കുട്ടികൾക്ക് പക്ഷേ അവർ മെറ്റീരിയലായി മാത്രം ചിന്തിക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച സിസ്റ്റം എങ്ങനെയാണ് അത് നമുക്കറിയില്ല. എല്ലാ സിസ്റ്റവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല. എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യുന്നത്? വാളെടുത്ത് വെട്ടിയിട്ടല്ല, അതുപോലെ ബുള്ളറ്റ് അയച്ചിട്ടല്ല. അതിന്റെ ഉള്ളിൽ അറ്റാക്കുകൾ വരും, ഫയലിന് കേടുവരും. അതുപോലെ ഖബറാളിക്ക് എങ്ങനെയാണ് ആക്രമണം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ക്രാഷായി പോയത് എങ്ങനെയെന്ന് പറയാൻ നമുക്ക് പറ്റൂല. ഇതൊക്കെ ചെറിയ ടെക്നോളജിയാ. പരമാധികാരിയായ അല്ലാഹു തആല എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയൂല. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന് ആകാശഭൂമികളിൽ പട്ടാളമുണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ള കുപ്പായിട്ട കുറെ മനുഷ്യന്മാരുണ്ട് എന്ന് അല്ല. പട്ടാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു ചിത്രം അതാണ്, പുള്ളിയുള്ള കുപ്പായിട്ട കുറെ മനുഷ്യന്മാര്. അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ലോകം മുഴുവനും പട്ടാളമാണ്. അല്ലാഹുവിന് വെള്ളത്തെ സൈന്യമാക്കണോ?
പ്രളയം വന്നാൽ തടുക്കാൻ ആർക്കും സാധ്യമല്ല. കാറ്റിനെ പട്ടാളമാക്കണോ? കാറ്റൊന്നോങ്ങി അടിച്ചാൽ ഒരു ബിൽഡിങ്ങിനും ശക്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രളയം സൈന്യമാക്കാം. വയനാട്ടിലെ മുണ്ടക്കൈ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ ചെന്നിട്ട് ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റൂ. ഇതാണ് ആ ഗ്രാമം എന്ന് പറയാൻ പറ്റൂല. ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റൂ. അള്ളാഹുവിന് തീ സൈന്യമാണ്. ആ സൈന്യത്തെ നിയന്ത്രിക്കാൻ അള്ളാഹു നിശ്ചയിച്ചെങ്കിലേ സാധിക്കൂ. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ സൈന്യം അങ്ങനെയാണ്. അള്ളാഹു തആലക്ക് ഈ ലോകത്തുള്ളതെന്തും സൈന്യമായി ഉപയോഗിക്കാം. ഒരാളെ അള്ളാഹുവിന് പരാജയപ്പെടുത്തണമെങ്കിൽ അയാളിൽ തന്നെയുള്ള ഒരു കൃമി വലുതായാൽ മതി. അയാളിൽ തന്നെയുള്ള ഒരു പ്രാണി, ഒരാളുടെ ശരീരത്തിൽ ചെറിയൊരു മുഴ കണ്ടു, എന്തോ ഒരു വൈറസ് കയറിയിട്ടുണ്ടല്ലോ, ഒരു ടെസ്റ്റിന് അയക്കണം. അപ്പോഴേക്ക് അയാൾ പകുതി മരിച്ചു കഴിഞ്ഞു. ടെസ്റ്റിൽ അയക്കണമെന്ന് പറയുമ്പോഴേക്ക് പകുതി മരിച്ചു കഴിഞ്ഞു. റിസൾട്ട് അറിയുമ്പോഴേക്ക് മുക്കാൽ മരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരാളെ നിയന്ത്രിക്കാൻ അതിന്റെ പോലും ആവശ്യമില്ല. എന്തും സൈന്യമാകും അല്ലാഹുവിന്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും സൈന്യമായി ഉപയോഗിക്കാം. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇസ്ലാമിക കാര്യങ്ങളിൽ സുദ്ദീഖിയത്തിലേക്ക് വരണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു തന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ, ഖുർആൻ പറഞ്ഞാൽ, അല്ലാഹു പറഞ്ഞാൽ എനിക്കതിന്റെ ആശയം മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ, ആമൻതു ബിഹി, ഞാനത് വിശ്വസിച്ചു കഴിഞ്ഞു. ഈ ഒരു അടിസ്ഥാനം ഓരോ മുഅ്മിനിനും ഓരോ വിശ്വാസിയുടെ മക്കളുടെയും ഉള്ളിൽ വേണം. ഈ സിദ്ദീഖിയത്തിന്റെ സന്ദേശമാണ് മിഅ്റാജിന്റെ വലിയ സന്ദേശം. സിദ്ദീഖിയത്തിന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, നബിമാര് കഴിഞ്ഞാൽ പിന്നെയുള്ള പദവി വസ്സുദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ പദവിയാണ്. അപ്പൊ പരിശുദ്ധമായ മിഅ്റാജിൽ നടന്ന വാഖിഅത്തുകൾ, സംഭവങ്ങൾ, അത് വളരെ വിശാലമാണ്. ഓരോന്നിനും വലിയ സന്ദേശമുണ്ട്. നമ്മൾ എന്താവണം? നമ്മൾ സിദ്ദീഖാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള വിശ്വാസം വേണം. പുതിയ തലമുറയിൽ സംശയത്തിനുള്ള വഴി കൊടുക്കാതെ അവരെ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം ഒക്കെ ശരിക്ക് പഠിപ്പിച്ച് ഉറപ്പിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ചിരുന്നു. അഫ്ളലുർ റുസുലാണ്, അഫ്ളലുൽ ഖൽഖാണ്, നബിമാരുടെ നേതാവാണ്. ഇതെല്ലാം ശരിക്കും അംഗീകരിക്കുമ്പോഴാണ് അസ്ദിഖു ഫിൽ ഗാരി വസ്ദിഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമീ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഈ വരി ചൊല്ലിയപ്പോൾ ഒരുപാട് സമയം ഇരുന്ന് ആലോചിച്ചു പോയി. ഇമാം ബുസീരി തങ്ങൾക്ക് അല്ലാഹു കൊടുത്തൊരു ഫളില് നോക്കിയിട്ടാണ്. കാരണം ഇതെന്തൊരു വരിയാണ്. അസ്ദിഖു വസ്സുദ്ദീഖ്, അതൊരു കറാമത്തിന്റെ കവിതയാണ്. അത് സാഹിത്യം കൊണ്ട് കിട്ടിയതല്ല, ഭാഷാ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, വിലായത്ത് കൊണ്ട് കിട്ടിയ വരിയാണ്. അസ്ദിഖു ഫിൽ ഗാരി വസ്സുദ്ദീഖ്, ലോകത്തെ സിദ്ഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ഖിനെ എങ്ങനെ അംഗീകരിക്കണമെന്ന് പ്രാക്ടിക്കലി കാണിച്ചു തന്ന ഫോളവറാണ് മഹാനരായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മഹത്വം കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ആ സിദ്ദീഖിയത്തിലേക്ക് നമ്മൾ നീങ്ങണം. അതിനുള്ള സന്ദേശമാണ് മിഅ്റാജ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാഹ്, സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
അപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഉന്നതിയിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ തന്ന ഈമാനിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് ഏറ്റെടുക്കാനുള്ള ഓർമ്മയാണ്. ആ സിദ്ദീഖിലേക്ക് എത്തുമ്പോഴാണ് നിസ്കാരം സമ്മാനമായി വരുന്നത്. സിദ്ദീഖുകൾക്കുള്ള സമ്മാനമാണ് അസ്സലാഹ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിസ്കാര സമ്മാനമായി സ്വീകരിക്കുക? മേറാജ് വിശ്വസിച്ചില്ലെങ്കിൽ നിസ്കാരമുണ്ടോ? മേറാജ് വിശ്വസിച്ചില്ലെങ്കിൽ നിസ്കാരമുണ്ടോ? ഇസ്രാ വിശ്വസിച്ചില്ലെങ്കിൽ നിസ്കാരമുണ്ടോ? അതുകൊണ്ടാണ് ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരം സുന്നികൾക്ക് മാത്രം പണ്ട് ബുക്ക് എഴുതിയത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രയാണം ശരിയായ വിധത്തിൽ അംഗീകരിക്കുമ്പോഴാണ് അന്ന് കിട്ടിയ സമ്മാനമാണ് അസ്വലാ, 5 നേരത്തെ നിസ്കാരം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ശരിപ്പെടുമ്പോഴേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ 13 കൊല്ലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അഥവാ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ ആദ്യത്തെ 13 കൊല്ലം നിസ്കാരത്തെ കുറിച്ച് വഅദില്ല, സകാത്തിനെ കുറിച്ച് പ്രസംഗമില്ല, ഹജ്ജിനെ കുറിച്ച് വർത്തമാനമില്ല, മറ്റേതെങ്കിലും ഇബാദത്തുകളെ കുറിച്ചുള്ള പ്രബോധനമില്ല. പ്രബോധനം 2 കാര്യത്തിലേ ഉള്ളൂ. ഒന്ന് അള്ളാഹുവിന്റെ വഹദാനിയത്തിലാണ്, അഥവാ അള്ളാഹുവിന്റെ ഏകത്വത്തിലാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചംഗീകരിക്കണമെന്നതാണ്. ഇതുണ്ടെങ്കിലേ ഇസ്ലാമുള്ളൂ, ഇതുണ്ടെങ്കിലേ ഈമാനുള്ളൂ, ഇതുണ്ടെങ്കിലേ ഇബാദത്തുള്ളൂ. എല്ലാം ഉണ്ടാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വിശ്വസിക്കുമ്പോഴാണ്. അവസാനത്തെ 10 കൊല്ലമാണ് അമലുകളെ കുറിച്ച് പറഞ്ഞത്. ആദ്യത്തെ 13 കൊല്ലം തൗഹീദും റിസാലത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് ഉറച്ചിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ആ തൗഹീദും റിസാലത്തും ഉറച്ച ഒരു ജനതയായി മാറാനാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഓരോരുത്തരും ഈമാനികമായ വിചാരങ്ങളും അമലുകളും എല്ലാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട വളരെ സവിശേഷമായ കാഴ്ചകളുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പ്രാരംഭം കുറിക്കുന്നില്ല. നാളെ സുബഹി കഴിഞ്ഞ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മുടെ മമ്പുറം സ്വലാത്തിലൂടെ അല്പസമയം നമുക്ക് അത്തരം കാര്യങ്ങൾ പറയാം.